കണ്ണൂരിലേക്ക് തളിപ്പറമ്പ് ടൗണിലെ വ്യാപാര സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടായി. നിങ്ങൾക്കറിയാം. അതിൻ്റെ വിശദമായ അന്വേഷണം ഇന്ന് ആരംഭിക്കും. ഫയർഫോഴ്സ്, പോലീസ്, റവന്യൂ അധികൃതർ ഇന്ന് കെട്ടിട സമുച്ചയം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തും. തീപിടുത്തത്തിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ 24-ന്. അതിലേക്ക് നമുക്ക് ആ ദൃശ്യം ആദ്യം ഒന്ന് നോക്കാം. ഫയർഫോഴ്സിനെ വിളിക്കാനൊക്കെ ആളുകൾ ആവശ്യപ്പെടുന്ന ആദ്യ രംഗമാണ് ഈ കണ്ടത്. പിന്നീടത് തീ ആളിപ്പടർന്ന് നിയന്ത്രിക്കാൻ നന്നേ പാടുപെട്ട തീപിടുത്തമായി മാറി. തളിപ്പറമ്പ് തീപിടുത്തത്തിൽ സകലതും നഷ്ടമായവർക്കൊപ്പം സങ്കടത്തിലാണ് തമിഴ്നാട് സേലം സ്വദേശികളായ ദമ്പതികളും. ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന പക്ഷിയമ്മയുടെയും സുബ്രഹ്മണ്യൻ്റെയും സമ്പാദ്യമായ 5000 രൂപയും വസ്ത്രങ്ങളും എല്ലാം ഈ തീപിടുത്തത്തിൽ കത്തിപ്പോയി. கடையில் தான் படுத்துக்கிறது. அதாவது இப்போ அந்த பேக்கில் இந்த பேர பிள்ளைங்களுக்காக சேர்த்து வச்சிருந்தேன் ஒரு 5000 ரூபாய் காசு. அதெல்லாம் எரிஞ்சிட்டு இருக்குது. கடந்து மாங்காட்டியும் சரி பேக் அந்த டீ கடை என்ற வைப்போம் வச்சுட்டு எப்படி போவோம் நாங்கள் அந்த கடை பார்க்கறதுக்கு. ராத்திரி சாயந்தரம் வந்தால் பார்த்தா எரியுது இது. சரி எடுத்துக்கலாமேன்னு சொல்லி விட்டுருமாங்காட்டி பூரா எரிஞ்சிடுச்சுன்னாங்கிறாங்க. சில்லற காசு ஒரு 500 வச்சுருந்தான். நோட்டு ஒரு 500 5000 வச்சுருந்தான். இப்போ கையில் பைசனும் இல்லை. இல்லை சாமி, எறாளர் இன்றைக்கி ஊருக்கு போகலான்னு பார்த்தோம். ஊருக்கு பார்த்தோம் இல்லை, ஊருக்கும் போக முடியாது சாமி. 10 பைசா கட்டணும் காசு இல்லை, சாப்பாட்டுக்கு இல்லை, ஊருக்கு போக காசு இல்லை. തീപിടുത്തമുണ്ടായ തളിപ്പറമ്പിലെ കെട്ടിട സമുച്ചയത്തിന് മുന്നിൽ ഇപ്പോൾ അരുൺ പുറമേയുണ്ട്. അരുൺ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, ആ അമ്മയുടെയൊക്കെ ഒരു വേദന നമുക്ക് മനസ്സിലാകുന്നു. പറയൂ അരുൺ. ഗുഡ് മോർണിംഗ്. SKN ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ കേട്ടത് തമിഴ്നാട് സേലം സ്വദേശികളായിട്ടുള്ള ദമ്പതികൾ, അവർ ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൻ്റെ 1ാം നിലയിലുള്ള ഒരു ചായക്കടയുടെ മുന്നിൽ അവരവിടെയാണ് കിടന്നുറങ്ങാറ്. അവിടെ അങ്ങനെ ആ ഷോപ്പിലുള്ളവർ അങ്ങനെ അവർക്ക് അഭയം നൽകിയിരുന്നു. അവിടെ താമസിച്ചവരാണ്. തീപിടുത്തമുണ്ടായത് അവർ അറിഞ്ഞിരുന്നില്ല. അവർ തിരിച്ച് അവർ ഭിക്ഷാടനമൊക്കെ നടത്തി ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ്. അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും പൂർണ്ണമായും അവരുടെ സ്വത്തുക്കളെല്ലാം അഗ്നിക്കിരയായ നിലയിലായിരുന്നു ഉണ്ടായത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്നലെ തീപിടുത്തമുണ്ടായ 3 നില ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇവിടെ നിലവിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 40-ലധികം കടകൾ, 50ഓളം കടകൾ പൂർണ്ണമായും തന്നെ അഗ്നിക്കിരയായി. അതിൻ്റെ ഈ തീപിടുത്തമുണ്ടായതിൻ്റെ അവശേഷിപ്പുകളാണ് നമ്മൾ ഈ കാണുന്നത്. പാത്രക്കടകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ തീപിടുത്തത്തിൻ്റെ ഭാഗമായി താഴേക്ക് ഈ 2ാം നിലയിലുള്ളതാണ് തെറിച്ച് താഴേക്ക് വീണ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇതിന് തൊട്ട് പിന്നിലാണ് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുള്ള അല്ലെങ്കിൽ എപ്പോഴും ആൾക്കാർ ഈ ആവശ്യങ്ങൾക്ക്, അതായത് സാധനങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി എത്തുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അതാണിപ്പോൾ പൂർണ്ണമായും അഗ്നിക്കിരയായിട്ടുള്ളത്. ഒരുപാട് ആൾക്കാരുടെ ജീവിത വരുമാന മാർഗമൊക്കെയാണ്. അത് മണിക്കൂറുകൾക്കകം ഇല്ലാതാവുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണം എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. 3 തലങ്ങളിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതിൽ ഫയർഫോഴ്സിൻ്റെ, പോലീസിൻ്റെ, അതോടൊപ്പം റവന്യൂ വകുപ്പിൻ്റെ ഇതിൻ്റെ നാശനഷ്ടം ഉൾപ്പെടെ ഈ നഷ്ടപരിഹാരം ഉൾപ്പെടെ കൃത്യമായി കണക്കാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ എത്രത്തോളം നഷ്ടപരിഹാരം നൽകൂ എന്ന കാര്യത്തിലൊക്കെ ഒരു അന്തിമമായ തീരുമാനമുണ്ടാകും. ഇന്നലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുകയും അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുകയും കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ നമുക്ക് ഈ വ്യാപാരി സുഹൃത്തുക്കളുടെ കൂടി പ്രതികരണം തേടാം എന്നതാണ് കരുതുന്നത്. വ്യാപാരി വ്യവസായിയുടെ ഭാരവാഹികളൊക്കെ ഉണ്ട്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? അതെ സാർ, വലിയ നാശനഷ്ടം എന്ന് മാത്രമല്ല, നമ്മൾ മാനസികമായി നമ്മൾ തകർന്നിട്ടുള്ളത്. കാരണം നമ്മൾക്കറിയാം, നമ്മുടെ നാടിൻ്റെ
അല്ലെങ്കിൽ നമ്മുടെ ഒരു വികസനത്തിന് എന്നും കാവലാളായിട്ടുള്ള ഇതുപോലെയുള്ള ചെറുകിടക്കാരാണ്. ചെറുകിടക്കാർ ഒരുപാട് പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ആഘാതം എന്ന് പറയുന്നത് നമുക്ക് വലിയ തലക്കടിയേറ്റിരിക്കുകയാണ്. കാരണം ഏകദേശം നമ്മൾ ഈ കാണുന്നതല്ല, ഏകദേശം 100-ലേറെ ആളുകൾ നമ്മൾ ഇന്നലെ പഠിച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ സംരംഭകർ ഒരു സ്ഥാപനം നടത്തുമ്പോൾ 1, 2, 3 ആളുകളുടെ കുടുംബങ്ങൾ ഷെയർ ഇട്ടുകൊണ്ട്, അതാണ് നമുക്കറിയാം ഇവിടെ ഒരു സ്ഥാപനം കിട്ടാൻ അല്ലെങ്കിൽ ഇവിടുത്തെ വാടക എന്ന് പറയുന്നത് ഭീമമായ വാടകയ്ക്ക് വീടുമായ സ്ഥലമാണ്. അപ്പോൾ ഒരു സ്ഥാപനം സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തൊരു സ്ഥാപനം എടുക്കുമ്പോൾ നമുക്ക് അത്രയും ഒരു ബജറ്റ് കാണേണ്ടതുള്ളൂ. ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഏകദേശം 100ഓളം കുടുംബങ്ങൾ ഇതിൻ്റെ സംരംഭകരായിട്ടുണ്ട്. അതുപോലെ തന്നെ അനുബന്ധമായിട്ട് ഏകദേശം 350ഓളം തൊഴിലാളികൾ വിഷയങ്ങൾ നമുക്ക് ഭയങ്കര എന്ത് ചെയ്യും. ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴും അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട MLA, അധികാരികൾ, രാഷ്ട്രീയക്കാർ, എല്ലാ ആളുകളോടും നമ്മൾ സംസ്ഥാന കമ്മിറ്റി ഇന്ന് 11 മണിക്ക് അടിയന്തര യോഗം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് ചേർന്നുകൊണ്ട് ഇവരെ കൈപിടിച്ച് ചേർത്ത് അതിന് നമ്മൾക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഇവരെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ്. കാരണം ഇവരെല്ലാവരും സങ്കടപ്പെട്ടില്ല, അവരെല്ലാം ഞങ്ങൾ ഇന്നൊരു അടിയന്തര മീറ്റിംഗ് ഉച്ചയ്ക്ക് MLA ഈ കടകളും അതെന്ന് വെച്ചാൽ നമുക്ക് ഈ വെള്ളം അടിച്ചിട്ട് ചെറിയ കടകളൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നഷ്ടം നമുക്ക് ഇപ്പോൾ എന്ന് വെച്ചാൽ പറയാൻ കഴിയാതെ എന്താണെന്ന് വെച്ചാൽ ഈ കടകളുടെ ക്യാഷും കൂടി കത്തിയിട്ടുണ്ട്. അന്നത്തെ കളക്ഷനും കൂടി എടുക്കാൻ കഴിയില്ല. എല്ലാം 10 മിനിറ്റ് കൊണ്ട് തീ കടകളിലൊക്കെ പറഞ്ഞുകൊണ്ട് കടയിലെ ക്യാഷും കൂടി എടുക്കാനില്ല. നമ്മളിന്നാൽ ഇതിലെ ഓരോ കട നടത്തുന്ന ആളെ രാത്രി വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അവരുടെ മാനസികമായ ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയിലുള്ളത്. നമ്മൾ ഇന്ന് അവരോടെല്ലാം 10 മണിക്ക് കൂടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ട് ഞങ്ങളൊരു നടുക്കവർക്ക് മാറിയില്ല. ഇല്ല, ഇന്നലെ രാത്രി നമ്മൾ എല്ലാവരും ഷോക്കിലുള്ളത്. നമ്മളിപ്പോൾ രാവിലെ വരെ ഇവിടെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ വരെ ഇവിടെ കാവലാണ്. ഞങ്ങൾ പോലീസും ഫയർഫോഴ്സും ഒക്കെ വളരെ ആത്മഹത്യ. ഞങ്ങൾക്ക് ഒരു പരാതിയുണ്ട്. ആദ്യം 2 ഫയർഫോഴ്സ്, ഫയർഫോഴ്സ് മാത്രമേ എത്തിയിട്ടുള്ളൂ. ബാക്കി എത്താൻ വേണ്ടി കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഇതൊക്കെ ഉള്ള ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് അവർ പറയുന്നത്. അതിൻ്റെ നടുക്കം ഇതുവരെ അവർക്ക് മാറിയിട്ടില്ല, ആ ഒരു ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. എന്തായാലും കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തണം എന്നതാണ് വ്യാപാരികൾ പറയുന്നത്. അവരുടെ വലിയ വരുമാന മാർഗം, ജീവിതത്തിലെ വരുമാന മാർഗമൊക്കെയാണ് പലർക്കും നഷ്ടമായത് എന്നതാണ് വ്യാപാരികൾ പറയുന്നത്. എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.